ദേശീയ സംസ്ഥാന വിഷയങ്ങളിൽ പറഞ്ഞ നിലപാടിലുറച്ച് ശശി തരൂർ. ആര് ഭരിച്ചാലും വികസനം വേണം, എല്ലാത്തിനെയും രാഷ്ട്രീയപരമായി കാണേണ്ടതില്ല. സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്താൽ പിന്തുണയ്ക്കുമെന്നും ആരെതിർത്താലും നിലപാടിൽ മാറ്റം വരുത്തില്ലെന്നും ശശി തരൂർ വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശകാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എൻ്റെ രീതി, നിങ്ങൾക്കറിയാം. ചില വിഷയങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണണം. എന്ത് ചെയ്താലും തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല. വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടെ കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ കേരളം പിന്നിലായിരുന്നു. അവിടെ നിന്നും 1ാം സ്ഥാനത്തിപ്പോൾ എത്തിയെങ്കിൽ അതിനെ അഭിനന്ദിക്കണമെന്ന് തരൂർ പറയുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് പിണറായി സർക്കാർ ഇറക്കുന്നതല്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ വികസനത്തിന് ക്യാപിറ്റലിസമാണ് നല്ലതെന്ന് മനസ്സിലാക്കിയെന്നും തരൂർ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയം നമ്മൾക്ക് കുറേ ഉണ്ട്. ഈ സംസ്ഥാനം എല്ലാറ്റിലും രാഷ്ട്രീയമുണ്ട്. നമ്മുടെ ജനങ്ങൾ നല്ലോണം രാഷ്ട്രീയം കണ്ടു കഴിഞ്ഞു. വികസനം കണ്ടിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സ്ഥിതി വല്ലാത്ത മോശമായിരുന്നു. ഇപ്പോൾ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആര് തയ്യാറായാലും നമ്മൾ അതിനെ സ്വീകരിക്കണം. അതിൻ്റെ അർത്ഥമല്ല അവരുടെ രാഷ്ട്രീയമോ അവരുടെ ഐഡിയോളജിയോ നമ്മൾ സ്വീകരിക്കണമെന്ന്. അവരൊരു നല്ല കാര്യം ചെയ്തു, അതേപോലെ അവർ പല കുറ്റങ്ങളും ചെയ്യുന്നുണ്ട്, തെറ്റുകാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെയും ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ നിൽക്കണം. പക്ഷേ ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചില വിഷയത്തിനെക്കുറിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനെക്കുറിച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയം അതീതമായി കാണണം. ലേഖനത്തോട് ആർക്കും യോജിക്കാം, യോജിക്കാതിരിക്കാം. ഭരിക്കുന്നവർ നാളെ പ്രതിപക്ഷമാവുമ്പോഴും ഈ സമീപനം ഉണ്ടാവണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. അവർ എന്ത് ചെയ്താലും തെറ്റാണ്, കാരണം നമ്മൾ പ്രതിപക്ഷമാണെന്ന് കാര്യമില്ല. അതുപോലെ തന്നെ അവരും നാളെ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങൾ ഇനി ഉപേക്ഷിക്കാൻ പാടില്ല. അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എൻ്റെ ആർട്ടിക്കിളിൽ. അതാണ് ഈ ലേഖനത്തിന്റെ അർത്ഥം. അതേസമയം വസ്തുതാപരമായി പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളാണ് UDFന്റെ ഭാഗമായുള്ളതെന്നും ഒന്നും നടക്കുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെയും മഴവിൽ സഖ്യത്തിന്റെയും ധാരണ തരൂർ മാറ്റിയെന്നും പറഞ്ഞ CPIM സംസ്ഥാന സെക്രട്ടറി ലേഖനം എഴുതിയതിൽ ശശി തരൂരിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ശശി തരൂരിന്റെ ഈ പ്രസ്താവന ഒന്നും നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെയും മഴവിൽ സഖ്യത്തിന്റെയും എല്ലാ ധാരണകളെയും പൂർണ്ണമായിട്ട് മാറ്റി ഒരു പുതിയ കേരളത്തിന്റെ വളർച്ചയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സജീവമായ ഒരു ശ്രമമാണ് ശശി തരൂരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് വസ്തുതാപരമാണ്. ആ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടുള്ള ശശി തരൂരിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.